Good afternoon. Good afternoon, ma'am. Okay. മാം ഇന്ന് നേരത്തെയാണല്ലോ. നേരത്തെയോ? ഞാൻ നേരം വൈകി. 32 ഉള്ളൂ എല്ലാരും. Okay, good afternoon. ഇല്ല 32. Okay, Merlin, good afternoon. Shamir, okay. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? യെസ്. ഓക്കെ. തൻസി ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? തൻസിനെ കണ്ടില്ലല്ലോ. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല മാം, ഇന്നലെ ഒന്ന് പുറത്തു പോയി. ചെറിയൊരു പെരുന്നാൾ പർച്ചേസ് പോലെ ഒന്ന് പുറത്തു പോയി. ആണോ? ശരി. ഓക്കെ ഫർസാന, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടം വരെയൊക്കെ എടുക്കുമെന്ന് അറിയാം. പക്ഷെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അതാണ് പിന്നെ കേറാൻ. ഓക്കെ ഹരിത, ഗുഡ് ആഫ്റ്റർനൂൺ. പെരുന്നാളിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു? എന്നിട്ട് കഴിഞ്ഞു മാം, കഴിഞ്ഞു. അയ്യോ കഴിഞ്ഞു, അത് വലിയൊരു ടാസ്ക് കഴിഞ്ഞു. ആണോ? അത് ശരി ശരി. ഡ്രസ്സുകളൊക്കെ എടുക്കും അല്ലേ പെരുന്നാളാവുമ്പോ? ഇപ്പൊ എടുക്കും. പിള്ളേർക്കാണ് ഫസ്റ്റ്. അപ്പം അത് എടുത്തു കൊടുക്കാന് അത് ആദ്യം എടുത്തായിരുന്നു. പിന്നെ എനിക്ക് മാത്രം ഞാൻ കുറച്ച് ലേറ്റ് ആക്കി. അപ്പൊ അതും ഇന്നലെ അങ്ങോട്ട് എടുത്തു. അത്ര ശരി. ഓക്കെ സീനു, മുഹമ്മദ്, ശ്രുതി, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. പ്രിയ, ഹരിദാസ്. ഓക്കെ ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. മരണമൊഴി രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ആശുപത്രിയിൽ ഈ രോഗിയുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെ? സൂക്ഷിക്കുന്നതാണല്ലോ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിക്ലറേഷനിൽ നമ്മൾ പറഞ്ഞു മരണമൊഴി രേഖപ്പെടുത്തലാണ് അല്ലെ? അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് മരണമൊഴി രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ? ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കും ആ രോഗിയുടെ മരണമൊഴി നമ്മൾ രേഖപ്പെടുത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില്, ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില് നമ്മൾ മരണമൊഴി രേഖപ്പെടുത്തുന്നത് ആരുടെ സാന്നിധ്യത്തിലായിരിക്കും? ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഹിസ് റെപ്രസെന്റേറ്റീവ് അല്ലെ? ഈ പറയുന്ന ഡോക്ടർ, നഴ്സ് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെയോ അവരുടെ റെപ്രസെന്റേറ്റീവിന്റെയോ സാന്നിധ്യത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മരണമൊഴി രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വായിച്ചൊന്ന് നോക്കിയ എല്ലാവരും ക്ലിയർ ആണോ? എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് വരുന്നതാണ് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫിസിഷ്യൻസ് ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റ് wherever possible. Physicians have to complete the records before the discharge of a patient wherever possible. അതായത് പരമാവധി കഴിയാവുന്നിടത്തോളം നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ അവരുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഒരു ഡോക്ടറിനെ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യണം? അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കണം എന്നാണ് കേട്ടോ. ആരാണ് ഇത് പൂർത്തിയാക്കേണ്ടത്? ആരാണ്? ഫിസിഷ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ.
ഫിസിഷ്യൻസ് ഹാവ് ടു കംപ്ലീറ്റ്. ഫിസിഷ്യൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, അതായത് ഒരു രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ പൂർത്തിയാക്കേണ്ടത് ആരാണ്? ആരാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ് കേട്ടോ. ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ്, ഡോക്ടർ ആണ്. Otherwise, they have to visit the medical record department continually to inspect all these discharged records for completion. നമ്മൾ പറഞ്ഞല്ലോ, പൊതുവെ ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യണം? അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത പക്ഷം എന്ത് ചെയ്യണം? അങ്ങനെ കഴിഞ്ഞില്ലാന്നിരിക്കട്ടെ, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി പക്ഷെ റെക്കോർഡ് കംപ്ലീറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പറയുന്ന ഡോക്ടേഴ്സ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോണം. വിസിറ്റ് ചെയ്ത് ഈ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ അവര് എടുത്തിരിക്കണം കേട്ടോ. അതാണ് പറയുന്നത്. സാധാരണഗതിയിൽ അതിന് മുമ്പ് തന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ചിലപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിന് മുൻപായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡോക്ടേഴ്സ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയി വിസിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ റെക്കോർഡുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ എന്താണ്? അടുത്തതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. മോർ ദാൻ 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ്സ് must not have been kept incomplete for more than 30 days. അതായത് 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. അതായത് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തു പോയ പേഷ്യന്റ് ആണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അല്ലെ, 30 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 month ആണ് അല്ലെ, 30 ദിവസത്തിനുള്ളിൽ അവരുടെ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരിക്കലും 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് മെഡിക്കൽ റെക്കോർഡിന്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കി പോവുക. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് പരമാവധി സാധിക്കുന്നിടത്തോളം ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കിയിരിക്കണം. ആരാണ് പൂർത്തിയാക്കേണ്ട ചുമതല? ആർക്കാണ്? അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് കേട്ടോ. ഇനി ഇൻ കേസ് അത് സാധിക്കാത്ത പക്ഷം ഡോക്ടർ എന്ത് ചെയ്യണം? MRD അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഡിസ്ചാർജ് ചെയ്ത എല്ലാ രോഗികളുടെയും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ അവരെടുക്കണം. ഓക്കെ, പിന്നെ മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു റെക്കോർഡുകൾ ഒരു കാരണവശാലും 30 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ. അടുത്ത ഒരു ഭാഗമാണ് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങളെ നമ്മൾ കോഡ് ചെയ്യും. ഓക്കെ, കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പോയിന്റ് ഇതാണ്: all the patient records that include outpatient and inpatient cases have to code according to the latest international classification of disease. Underline chine, latest international classification of disease. International classification of disease. അതിനെ നമ്മൾ ICD എന്നാണ് ചുരുക്കി പറയുക കേട്ടോ. എന്താണ് പറയാ? ICD. ICD. ഈ ICD എന്ന് പറഞ്ഞത് നിങ്ങൾ ഇവിടെ മാത്രമല്ല പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NAB എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, ICD വരുന്നുണ്ട്. അന്നേരം ICD എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ് കേട്ടോ. അതായത് നമ്മള് കോഡ്, മെഡിക്കൽ കോഡ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ തന്നെ അതായത് നമ്മുടെ ഈ രോഗങ്ങള്, അതുപോലെ തന്നെ ടെസ്റ്റുകള്, പരിശോധനകള് എല്ലാത്തിനും നമ്മളൊരു കോഡ് ഉപയോഗിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കോഡിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അതാണ് ICD എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ് കേട്ടോ. അവിടെ എല്ലാ രോഗത്തിനും നമ്മള് കോഡ് ചെയ്യുന്നത്, രോഗത്തിന് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന പോലെ പ്രൊസീജിയറുകൾക്കും എല്ലാത്തിനും കോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസും ഉൾപ്പെടെ എല്ലാ രോഗികളുടെയും റെക്കോർഡുകൾ ഉണ്ടല്ലോ, മെഡിക്കൽ റെക്കോർഡുകൾ.
ആ റെക്കോർഡിലെ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ICD അനുസരിച്ച് കോഡ് ചെയ്തിരിക്കണം. ICD അനുസരിച്ച് കോഡ് ചെയ്യണം. നമ്മളിപ്പോ എന്ത് അസുഖമാണെങ്കിൽ അതിനൊരു കോഡ് ഉണ്ട്, ആ കോഡ് ചെയ്തിരിക്കണം, ആ കോഡിങ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഓപ്പറേഷൻസ്, ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഇൻടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഴ്സ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന രോഗങ്ങളായിക്കോട്ടെ, സർജിക്കൽ ഓപ്പറേഷൻസുകളായിക്കോട്ടെ, രോഗനിർണയങ്ങളായിക്കോട്ടെ, മറ്റ് നടപടിക്രമങ്ങളായിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉപയോഗിച്ച് കോഡുകളാക്കിയിട്ട് നമ്മൾ മാറ്റും കേട്ടോ. യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡുകളാക്കിയിട്ട് മാറ്റും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇത്രയുള്ളൂ കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ്? മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ നമ്മൾ ICD പ്രകാരം, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD പ്രകാരം നമ്മൾ കോഡ് ചെയ്തിരിക്കണം. അതനുസരിച്ച് നമ്മുടെ എന്താണ് റെക്കോർഡിൽ ഈ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, രോഗി പരിചരണങ്ങളായിക്കോട്ടെ, രോഗനിർണയങ്ങളായിക്കോട്ടെ, എന്തൊക്കെ നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മെഡിക്കൽ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, ഇതിനെല്ലാം തന്നെ നമ്മൾ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉള്ള ആൽഫ ന്യൂമറിക് കോഡ്സിലൂടെ മാറ്റിയിരിക്കണം. ഇതാണ് അവിടെ പറയുന്നത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ്. ഇനി റെക്കോർഡുകൾ മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ വിവരങ്ങളെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു റെക്കോർഡുകൾ ചിലപ്പോൾ മിസ്സാവാലോ. അങ്ങനെ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വിവരങ്ങളെ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് some percentage of files do not find in the specific place where they are assumed to be. പലപ്പോഴും ഈ റെക്കോർഡുകൾ മിസ്സാകപ്പെടാറുണ്ട്. എപ്പോഴും ആണെന്നല്ല, എങ്കിലും മിസ്സിങ് വരാറുണ്ട് അല്ലെ. പല റീസൺ ആയിരിക്കാം, ഇതിന്റെ പല റീസൺ കൊണ്ട് മിസ്സായി പോവുക അല്ലെ. എന്തൊക്കെ റീസൺസ് ആണെന്നാണ് അവർ പറയുന്നത്. മേ ബി ദിസ് കുഡ് ബി ഗോയിങ് ടു നോൺ റിസീവിംഗ്, നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് റോങ്ലി ഫയലിംഗ്. പല രീതിയിൽ മിസ്സിംഗ് ആവാം. ഒന്നില്ലെങ്കിൽ നോൺ റിസീവിംഗ്, അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ് കൊടുത്ത് തിരിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അങ്ങനെ ചിലപ്പോൾ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ്, ശരിയായ സ്ഥലത്ത് ചിലപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവില്ല. അതും അല്ലെങ്കിൽ റോങ്ലി ഫയലിംഗ്, തെറ്റായ രീതിയിൽ ചിലപ്പോൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, തെറ്റായ രീതിയിൽ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ മിസ്സാകാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഇല്ലാതെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മളൊരു ഓരോ രോഗികളുടെയും ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് എന്തൊക്കെ ചികിത്സ കൊടുത്തു, എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ റെക്കോർഡ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ രോഗികൾക്ക് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യുന്നത് നോക്കി. MRO, ആരാണ് MRO എന്ന് പറഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. ആരാണ് MRO എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ, അപ്പൊ നോക്കാം. The MRO might be able to get back them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with all earlier ID data, right? Okay, അപ്പൊ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ മിസ്സായ റെക്കോർഡിന്റെ സെയിം നമ്പർ അല്ലെ, അതേ നമ്പർ ഉപയോഗിച്ച് അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഐഡന്റിഫിക്കേഷൻ ഡാറ്റകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതേ നമ്പറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആർക്കാണ് അതിന്റെ ചുമതല? MRO അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സാഹചര്യം വരുമ്പോ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്ത് ചെയ്യും? മിസ്സായി പോയിട്ടുള്ള റെക്കോർഡിന്റെ അതേ നമ്പറും അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ID ഡാറ്റകളും ഉപയോഗിച്ച് അതേ നമ്പറിൽ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തെന്താണ്? The duplicate record should be kept by the MRO without finding and promptly should trace out the original records
and combine all this form of duplicate record into original record, and then the record must be filed. അപ്പൊ എന്തെങ്കിലും അറിയാമോ, ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് അത് സൂക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലുള്ള വിവരങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഒറിജിനൽ റെക്കോർഡുമായിട്ട് എന്ത് ചെയ്യും, ഒരുമിച്ച് ചേർത്ത് എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കും, ഫയൽ ചെയ്ത് വെക്കും. മനസ്സിലായോ? അതായത് ഒറിജിനൽ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടല്ലോ അതിലെ വിവരങ്ങൾ ഒറിജിനലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അത് ഒരുമിച്ച് ആ ഒറിജിനൽ എന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, ഫയൽ ചെയ്ത് വെക്കും. കേട്ടോ, ഇതിങ്ങനെ ഒരു ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ, കാണാട്ടൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മിസ്സിംഗ് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 3 ഭാഗങ്ങളിൽ എടുത്തൊന്ന് വായിച്ചു നോക്കി. കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡും കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡും മിസ്സിംഗ് റെക്കോർഡ്സും ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ് അത്രയും കാര്യങ്ങള്? അടുത്തത് നോക്കട്ടാ. അടുത്തത് നെക്സ്റ്റ് അടുത്ത ടോപ്പിക് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് അതായത് ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ ഒരു രോഗിക്ക് വരുമ്പോ എങ്ങനെയാണ് നമ്മൾ അവിടെ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത് കേട്ടോ. സാധാരണഗതിയിൽ ഒരു രോഗിക്ക് ഒരു റെക്കോർഡേ വരാൻ പാടുള്ളൂ. പക്ഷെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡോ ഏതൊരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു 3 വർഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക അല്ലെ? 3 വർഷമൊക്കെയാണ് സൂക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റിവെക്കും. ഓക്കെ, അത് അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പുതിയ അറിവാണോ? അല്ല, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞത്. അപ്പോ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് 1 record and 1 number. Due to improper system or carelessness of the MRT staff, the patients may have more than 1 record. കേട്ടോ, സാധാരണഗതിയിൽ ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡേ ഉണ്ടാവുള്ളൂ. ഒരു റെക്കോർഡേ ഒരു ID അല്ലെ, ഒരു ID നമ്പറുമാണ് സാധാരണ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കാം, ചിലപ്പോ ആശുപത്രിയിലെ തന്നെ സ്റ്റാഫുകളുടെ വല്ല അശ്രദ്ധ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവര് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിലപ്പോ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ വന്നേക്കാം. ഒരേ രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടായേക്കാം. അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെ സാഹചര്യം വന്നാല്? ഇൻ ദാറ്റ് സർക്കംസ്റ്റൻസ് ഇറ്റ് ബിക്കംസ് കമ്പൽസറി ടു റിട്ടൈൻ 1 record by cancelling others. In that circumstance, it becomes compulsory to retain 1 record by cancelling others. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള എല്ലാ റെക്കോർഡുകളും നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം, റദ്ദാക്കണം അല്ലെ? എല്ലാ റെക്കോർഡ് നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ ഒരു റെക്കോർഡ് നമ്മൾ അവിടെ നിലനിർത്തുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു റെക്കോർഡ് നിലനിർത്തിയിട്ട് മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ നിലനിർത്തേണ്ട റെക്കോർഡുകൾ ഏതായിരിക്കും? അതിന് നമ്മളൊരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ അത് നിലനിർത്തുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ നോക്കാം. The suitable procedures are to retain a record
ആസ് എ പ്രയോറിറ്റി. കണ്ടോ? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഏതിനാണ് സെക്കൻഡ് പ്രയോറിറ്റി, ഏതിനാണ് തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി, അങ്ങനെ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ ഒരു റെക്കോർഡ് നിലനിർത്തുന്നതിന് അതിനൊരു മുൻഗണന അടിസ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. ഫസ്റ്റ് പ്രയോറിറ്റി ഇങ്ങനെയുള്ള റെക്കോർഡുകൾക്കാണ്, മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾക്കാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി ഏത് റെക്കോർഡിനാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ് അല്ലെ. സെക്കൻഡ് പ്രയോറിറ്റി എന്താണ്? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്, ഈ പ്രസവ സംബന്ധമായിട്ടുള്ള റെക്കോർഡുകളിലെ അതിനാണ് രണ്ടാമത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമുക്ക് റീറ്റെയിൻ ചെയ്യുന്നതില് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഇങ്ങനെയുള്ള റെക്കോർഡുകൾക്ക് നമ്മൾ കൊടുക്കുള്ളൂ, മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്ക് കൊടുക്കുള്ളൂ. ഇപ്പൊ ഒരു രോഗി, ആ രോഗിയുടെ പേരിൽ ഒരു 3-4 റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം, അതില് മെഡിക്കോ ലീഗൽ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ റെക്കോർഡായിരിക്കും അവിടെ നിലനിർത്തുക. കാരണം പ്രയോറിറ്റി പ്രകാരം അങ്ങനെയാണല്ലോ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്സ് ആണ്, പ്രസവ സംബന്ധമായിട്ടുള്ള റെക്കോർഡുകൾക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി. തേർഡ്ലി എന്ന് പറഞ്ഞാൽ അഡ്മിറ്റഡ് റെക്കോർഡാണ് കേട്ടോ. നമ്മൾ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന കേസുകളുണ്ടല്ലോ, അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളാണ് മൂന്നാമത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തില് ഫോർത്ത് പ്രയോറിറ്റി ആണ് ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. ഏറ്റവും പഴയ റെക്കോർഡിന് നമ്മൾ ഫോർത്ത് പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്. പഴയ റെക്കോർഡ് എന്ന് പറയുമ്പോൾ പഴയതല്ലേ, പിന്നെ എന്തിനാണ് സൂക്ഷിക്കണമെന്നൊന്നും അങ്ങനെയല്ല. പഴയ റെക്കോർഡ് ആണെങ്കിൽ ചിലപ്പോൾ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടാകാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാല് ഒരു റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇനി ഒരു റെക്കോർഡ് നമ്മൾ നിലനിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ റീറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾക്കാണ്. സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അഡ്മിറ്റഡ് റെക്കോർഡിനാണ്. ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് റെക്കോർഡിനാണ്. അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ദ റിമൈനിങ് റെക്കോർഡ്സ് മസ്റ്റ് ബി ക്യാൻസൽഡ് കേട്ടോ. ബാക്കിയുള്ള റെക്കോർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ടോ and given a cross reference numbers കേട്ടോ. given a cross reference numbers, അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ബാക്കിയുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള റെക്കോർഡുകളുടെ റെക്കോർഡ് മീൻസ് ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫയലുകളുടെ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്ത റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത് ഗിവൺ എ ക്രോസ് റെഫറൻസ് നമ്പർ. നമ്മൾ എന്തിനാ റെഫറൻസ് നമ്പർ എഴുതി വെക്കണേന്ന് അറിയോ? ആ നമ്പറിലുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ബാക്കി എല്ലാ റെക്കോർഡും നമ്മൾ ക്യാൻസൽ ചെയ്യും. ഒരെണ്ണം നിലനിർത്തിയിട്ട് മറ്റുള്ളത് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നിലനിർത്തിയിട്ടുള്ള റെക്കോർഡില്ലേ അതിനകത്ത് നമ്മൾ ക്യാൻസൽ ചെയ്ത ഫയലുകളുടെ നമ്പർ ഈ നമ്മൾ നിലനിർത്തുന്ന റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കണം കേട്ടോ. അതിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? and to bring all documents that include the investigation into the retained record. അതോടൊപ്പം റദ്ദാക്കിയ റെക്കോർഡിലെ വിവരങ്ങളുണ്ടല്ലോ, ആ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് ഏതിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം? റീറ്റെയിൻ ചെയ്തിട്ടുള്ള റെക്കോർഡിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നഷ്ടപ്പെടുന്നില്ലല്ലോ, വിവരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആ ഫയലുകൾ ക്യാൻസൽ ചെയ്തു, പക്ഷെ ആ ഫയലിൽ ഉണ്ടായിരുന്ന റദ്ദാക്കിയ ഫയലിൽ ഉണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? റീറ്റെയിൻ ചെയ്തിട്ടുള്ള റെക്കോർഡിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രയോറിറ്റി ആണ് കേട്ടോ. പ്രയോറിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അടുത്തത് പറയട്ടെ. നെക്സ്റ്റ് പറയട്ടെ ഞാൻ. ഇതൊന്നും കാണേണ്ടൊന്നും പഠിക്കണ്ട, വളരെ എളുപ്പമുള്ള കുട്ടികൾ ചെറിയ ചെറിയ പോയിന്റുകളാണ് കേട്ടോ. അത് അതായത് ഒരു റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല, 30 ദിവസം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ റെക്കോർഡ് വരുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ട രീതിയിലൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇതാണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. എന്താണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ? നമ്മൾ ഈ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട്
മെഡിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോർ. ഓക്കെ, എന്തായാലും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകള് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, അല്ലെ, അധികാരപ്പെട്ട ആളുകൾക്ക് സപ്ലൈ ചെയ്യാനുള്ള, അല്ലെ, വിതരണം ചെയ്യാനുള്ള, നൽകാനുള്ള ചുമതല ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. അതിനാണല്ലോ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതും എല്ലാവർക്കും മെഡിക്കൽ റെക്കോർഡുകൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാനുള്ള ചുമതല ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് നൽകേണ്ടത്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പോയിന്റുകൾ 4 കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ പർപ്പസിന്, അല്ലെ, രോഗിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഡോക്ടർക്കോ നഴ്സിനോ മറ്റ് മെഡിക്കൽ അനുബന്ധ ജീവനക്കാർക്കോ പേഷ്യന്റ് കെയറിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാവുന്നതാണ്. ഓക്കെ, ഇതിനെ കൊടുക്കുള്ളൂ, എല്ലാവർക്കും കൊടുക്കൂല. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും അത് കൃത്യമായ പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ പർപ്പസുകൾ ഇതൊക്കെയാണെന്ന് പേഷ്യന്റ് കെയർ പർപ്പസ് ആണ്. രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർക്കോ നഴ്സിനോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അനുബന്ധ ജീവനക്കാർക്കോ എന്ത് കൊടുക്കാവുന്നതാണ്? മെഡിക്കൽ റെക്കോർഡ് നൽകാവുന്നതാണ് കേട്ടോ, പേഷ്യന്റ് കെയർ പർപ്പസ്. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ ആണ്. മെഡിക്കോ ലീഗൽ എന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്. അതായത് ഇപ്പൊ പോലീസിന് അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകൾ വരെയാണ്, അല്ലെങ്കിൽ കോടതി നടപടികൾക്ക് വിധേയമായിട്ടോ, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ സാങ്ഷൻ ആയിട്ടൊക്കെ ലഭിക്കാനും, അങ്ങനെ അത്തരത്തില് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിയമപരമായിട്ടുള്ള അനുമതിയോട് കൂടിയിട്ട് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ പോലീസ് കേസ് വന്നു, ഒരു പോലീസ് ആണെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ ആവശ്യം വരാം, അല്ലെ, അല്ലെങ്കിൽ കോടതി നടപടികളുടെ ഭാഗമായിട്ട് ആവശ്യം വരാം. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമുകളും മറ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടാനും അതിന്റെ പ്രൂഫിനും കാര്യങ്ങൾക്കും അതിന്റെ ഡോക്യുമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരം ആവശ്യങ്ങൾ നിയമപരമായിട്ടുള്ള അനുമതിയോട് കൂടിയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാവുന്നതാണ് കേട്ടോ. അതാണ് മെഡിക്കോ ലീഗൽ പർപ്പസ്. പിന്നെ മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ. ആരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്? ആശുപത്രിയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്. പ്രത്യേകിച്ച് അതിനകത്ത് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഫിനാൻഷ്യൽ, ആശുപത്രിയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു എന്താ പറയാ വിവരങ്ങളൊക്കെ ലഭിക്കണമെങ്കിലും, ഇനി ആശുപത്രിയുടെ സേവനങ്ങളിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും, അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്ത് ആവശ്യം വരും? മെഡിക്കൽ റെക്കോർഡുകൾ ആവശ്യമായിട്ട് വരും, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡുകൾ നൽകാവുന്നതാണ്. പിന്നെ പറയുന്നത് ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഈ ഡോക്ടർമാർക്കൊക്കെ എന്താ പറയാ പങ്കെടുക്കുന്ന കോൺഫറൻസുകൾ, മീറ്റിങ്ങുകൾ, സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പഠന ആവശ്യങ്ങൾക്കായിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ 4 കേസും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ് അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നൽകാനുള്ള ചുമതല ആരുടേതാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഇനി എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ നൽകാം എന്ന്? പേഷ്യന്റ് കെയർ, 2 മെഡിക്കോ ലീഗൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ലാസ്റ്റ് വൺ ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് മനസ്സിലായി. ഇപ്പൊ ഡോക്ടർമാര് കോൺഫറൻസുകൾ, സെമിനാറുകൾ അതിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാവുന്നതാണ്? മെഡിക്കൽ റെക്കോർഡുകൾ നൽകാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. The records should not be sent out of the MRD. അതേസമയം മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ച് 2 പോയിന്റുകളാണ് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ MRD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തോട്ട് അയക്കാൻ പാടുള്ളതല്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ മെഡിക്കൽ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തോട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ചുരുക്കി പറഞ്ഞ് കൊടുക്കാം,
പക്ഷെ എപ്പോഴാണ് ആ ഒരു MRD ഉണ്ടല്ലോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പരിശോധനകളിലൊക്കെ ആണെങ്കിൽ കൊടുക്കാം. അല്ലാത്ത കേസിൽ മെഡിക്കൽ എഡ്യൂക്കേഷനോ റിസർച്ചുകളുടെ ഭാഗമായിട്ട് ഒരിക്കലും മെഡിക്കൽ റെക്കോർഡുകൾ MRD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തോട്ട് അയക്കാൻ പാടുള്ളതല്ല. നൽകാവുന്ന സിറ്റുവേഷനും നൽകാൻ പാടില്ലാത്ത സിറ്റുവേഷനുമാണ് 2 പോയിന്റുകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കില്ലേ നിങ്ങള്? പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. നമ്മൾ തുടക്കം മെഡിക്കൽ റെക്കോർഡ് പോളിസി പഠിച്ചപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞെന്ന് ഓർമ്മയില്ല. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവണം. അതുകൂടാതെ ആക്സിഡന്റ് എമർജൻസി കേസുകൾ വരുമ്പോൾ അത്തരം കേസുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. പഠിച്ചില്ലേ അങ്ങനെ? മെഡിക്കൽ റെക്കോർഡ് പോളിസിയിൽ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തെ പറ്റിയല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. There should be a central medico-legal register retained in the accident and emergency department under the control of a chief medical officer, CMO. Okay, chief medical officer. Underline ചെയ്ത് വെക്കാം. അതായത് നമുക്കറിയാലോ ആക്സിഡന്റ് കേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ MLC ആയിട്ട് തന്നെയാണ് അതിനൊക്കെ കൺസിഡർ ചെയ്തത്. അപ്പോ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് ഒരു കേന്ദ്രീകൃത മെഡിക്കോ ലീഗൽ രജിസ്റ്റർ അവിടെ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഉണ്ടായിരിക്കണം. അതും ആരുടെ നിയന്ത്രണത്തിലാണ്, ആരുടെ കൺട്രോളിലാണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ചീഫ് മെഡിക്കൽ ഓഫീസർ. ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ്? അതായത് ഒരു ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തില് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ടോ ഓൾ മെഡിക്കോ ലീഗൽ കേസസ് സബ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, outpatient, inpatient services must be registered in the central medico legal register. അതിനുശേഷം എന്ത് ചെയ്യണം? കാഷ്വാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന OP ന്നോ അല്ലെങ്കിൽ IP ആയിട്ടൊക്കെ വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും എമർജൻസി കേസുകളും നമ്മൾ എന്ത് ചെയ്യണം? ആ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി അല്ലെ? അപ്പൊ കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന കേസുകൾ ഉണ്ടാവും, ചിലപ്പോൾ OP വരുന്ന കേസ് ഉണ്ടാവും, IP കിടക്കുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ MLC കേസുകളും എന്ത് ചെയ്യണം? ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. ആ രജിസ്റ്റർ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ അടുത്ത എന്താ പറയുന്നത്? എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് to make sure that the case has been registered. അതുകൂടാണ്ട് ഒരു MLC സ്റ്റാമ്പ് നമ്മൾ ഇവിടെ പതിപ്പിക്കണം. നമ്മൾ ഈ രജിസ്റ്ററിൽ കൊണ്ടുപോയിട്ട് രേഖപ്പെടുത്തല്ലോ, രജിസ്റ്റർ ചെയ്ത് വെക്കുമല്ലോ. കാഷ്വാലിറ്റിന്നും OP ന്നും IP യിലൊക്കെ വരുന്ന എല്ലാ മെഡിക്കൽ കേസും നമ്മൾ എന്ത് ചെയ്യും? ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തല്ലോ. എന്നിട്ട് നമ്മൾ ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്യണം. MLC സ്റ്റാമ്പ് നമ്മളോട് ഒട്ടിക്കണം. എന്തിനാ നമ്മൾ അങ്ങനെ സീല് പതിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് ദി കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സീൽ അവിടെ പതിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയില്ല ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിൽ എന്തൊട്ടിക്കും? MLC ഒരു സ്റ്റാമ്പ് പതിപ്പിക്കും. ആ സ്റ്റാമ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്നിട്ടോ the completed central medico legal register has to be kept under the custody of the MRO, that means medical record officer അല്ലെ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർത്തിയായിട്ടുള്ള ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ ചുമതലയിൽ, ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണത് സൂക്ഷിക്കേണ്ടത്. ആരുടെ കസ്റ്റഡിയിലാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ. ഇനി all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are completed. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ MLC കേസുകളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്ത മെഡിക്കോ ലീഗൽ കേസുകൾ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
ക്ലിയർ? അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ എമർജൻസി കേസുകളും ആര് മുഖേന പോലീസിനെ അറിയിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ആര് മുഖേനയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ these have to be kept under safe custody of responsible officer in the മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമ്മൾ പോലീസിനെ അറിയിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ റെക്കോർഡുകളും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ചുമതലപ്പെട്ട വ്യക്തിയുടെ കസ്റ്റഡിയിലായിരിക്കും നമുക്ക് സൂക്ഷിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ നിലനിർത്തണം. അപ്പൊ നമ്മുടെ കാഷ്വാലിറ്റിയിലോട്ടും ഔട്ട് പേഷ്യന്റിനും ഇൻ പേഷ്യന്റിനും ഒക്കെ വരുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന MLC കേസുകൾ നമ്മൾ ആ രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം. അതില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസിന്റെ മുകളിൽ MLC സ്റ്റാമ്പ് അഫീസ് ചെയ്യണം. കാരണം എല്ലാ MLC കേസ് രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിരിക്കണം. അതും ആരിലൂടെ അറിയിച്ചിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖാന്തരം ആരെ അറിയിക്കണം? ഈ പറയുന്ന പോലീസിനെ അറിയിക്കണം. പിന്നെ ഈ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ റെക്കോർഡുകളും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ചുമതലപ്പെട്ട വ്യക്തിയുടെ കീഴില് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയി എല്ലാവർക്കും? വായിച്ചു നോക്കിയോ? അടുത്തത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. റിലീസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മള് മെഡിക്കൽ റെക്കോർഡിനകത്തെ വിവരങ്ങള് അത് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോ ഒരു കാര്യം നമുക്കറിയാം, മെഡിക്കൽ റെക്കോർഡുകള് വിവരങ്ങൾ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതില് വളരെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിലെ വിവരങ്ങൾ എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ എല്ലാ വിവരങ്ങളും അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ചില പ്രത്യേക വിവരങ്ങൾ മാത്രമേ റിലീസ് ചെയ്യാനായിട്ട് അനുമതിയുള്ളൂ. അതുപോലെ എല്ലാവർക്കും മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കാനും പാടില്ല. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, റിലീസ് ഓഫ് ഇൻഫർമേഷൻ, മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? കോൺഫിഡൻഷ്യാലിറ്റി ആണ് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി ദാറ്റ് മീൻസ് നമ്മൾ പറയില്ലേ, വളരെയധികം രഹസ്യമായിരിക്കണം, രഹസ്യാത്മകമായിരിക്കണം. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ? നമ്മളൊരു സ്വകാര്യത അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം or written documentation relating to any identified patient is confidential. ഓക്കെ, അതായത് നമ്മൾ ഒരു രോഗിയെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാക്കാലോ രേഖാമൂലമോ ഉള്ളതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും തിരിച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് അത് വളരെ എന്താണ്, രഹസ്യാത്മകമായിട്ട് വേണം നമ്മളത് സൂക്ഷിക്കാനായിട്ട്, കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം സൂക്ഷിക്കാൻ. അപ്പൊ അതനുസരിച്ചിട്ട് അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ obtained either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes or other device used for these purposes should be treated as a confidential document. അപ്പൊ അപ്രകാരം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ്,
അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് രൂപത്തിലുള്ള ഇൻഫർമേഷൻസ്. പേപ്പർ റെക്കോർഡായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം, ഇലക്ട്രോണിക് റെക്കോർഡായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ അത് രണ്ടും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന വിവരങ്ങളാണെങ്കിലും ഇനി മെഡിക്കൽ റെക്കോർഡ് രൂപത്തിലുള്ള വിവരങ്ങളാണെങ്കിലും പിന്നെ അവരുടെ രോഗങ്ങൾ അല്ലെങ്കിൽ അവരിൽ ചെയ്യുന്ന ശസ്ത്രക്രിയകള് അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിം, വീഡിയോ ടേപ്പ്, ഓഡിയോ ടേപ്പ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം ഈ പറയുന്ന ഡോക്യുമെന്റ്സുകൾ സൂക്ഷിക്കാൻ. So, authorized staff are permitted to deal with such information. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസുകൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു അനുമതി ആർക്ക് മാത്രമാണ്? ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രം. ഓക്കെ, എല്ലാ ആളുകൾക്കൊന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അവർക്ക് മാത്രമാണ് അത്തരം ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഉള്ളത്, അനുവാദം ഉള്ളത് അവർക്കാണ്. അപ്പൊ അടുത്ത ചോദ്യം അതാണ്, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫ്? അല്ലെ, ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ്? അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ്? നോക്കി ആരൊക്കെയാണ്? Those who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the environment. കേട്ടോ, ആരൊക്കെയായിരിക്കും ഈ പറയുന്ന ഓതറൈസ്ഡ് സ്റ്റാഫ്? ഒന്ന് മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, പിന്നെ നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് തന്നെയാണ് കേട്ടോ. ഡോക്ടർ അല്ല, പക്ഷെ ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസുകളാണ്. അവരൊക്കെയാണ്. അതുപോലെ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾ, അവരൊക്കെയാണ് സാധാരണയായിട്ട് ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽ ആൻഡ് സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത ടോപ്പിക്കാണ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യം നമ്മൾ പഠിച്ചു. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, പിന്നെ ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ റിലീസ് ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ളൂ. ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. ഇനി എങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വിടാനായിട്ട് സാധിക്കുന്നത്? എല്ലാ വിവരങ്ങളൊന്നും പുറത്തു വിടാൻ പറ്റില്ല, പക്ഷെ ചില വിവരങ്ങൾ നമ്മൾ പുറത്തു വിടേണ്ടതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വിവരങ്ങളാണ്, എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഒരു മെഡിക്കൽ റെക്കോർഡിലെ എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഫസ്റ്റ് വൺ, കണ്ടീഷൻസ്. എങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നോക്കിയേ. എക്സാമ്പിൾ പറയുന്നത് ഇഞ്ചുറീസ്, പോയ്സണിങ്, abortion or cases involving accidents, suicides and homicides have to intimate the police or other legal authorities. നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, പരിക്കുകള്, വിഷബാധ, അബോർഷൻ കേസുകള്, അതുപോലെ ആക്സിഡന്റ്, അപകടങ്ങള്, ആത്മഹത്യകള്, കൊലപാതകങ്ങള്, അങ്ങനെയുള്ള വിവരങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? പോലീസിനെയോ മറ്റ് നിയമപരമായിട്ടുള്ള അധികാരികളെ അറിയിക്കണം. അത് അറിയിക്കണ്ടേ? അങ്ങനെയുള്ള വിവരങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പാടുണ്ടോ? ഇല്ല. അത്തരം വിവരങ്ങൾ എന്തായാലും എന്തിനെ അറിയിക്കുന്നില്ല, പോലീസിനെ ബന്ധപ്പെട്ട മറ്റ് അധികാരികളെ അറിയിച്ചിരിക്കണം അല്ലെ. ഇങ്ങനെയുള്ള കണ്ടീഷനാണ് ഇഞ്ചുറീസ്, പോയ്സൺസ്, അബോർഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. അപ്പൊ അതെന്തായാലും നിർബന്ധമായിട്ട് പോലീസിനെയോ മറ്റ് ലീഗൽ അതോറിറ്റിനെയോ അറിയിച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. കേട്ടോ, പകരുന്ന രോഗങ്ങള് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അപ്പൊ പകരുന്ന രോഗമാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് പെട്ടെണിക്കാണെങ്കിൽ അറിയിക്കണം. അവിടെ നമ്മൾ അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ ആ വ്യക്തിയുടെ രോഗം വന്ന ആളുടെ പേരൊന്നും നമുക്ക് പുറത്ത് പറയാനില്ല, പക്ഷെ ഇങ്ങനെ രോഗത്തെ നമ്മൾ അറിയാം, കോവിഡ് വന്നപ്പോ അല്ലെ. അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോഴ്, അതുപോലെ തന്നെ നിപ്പ അല്ലെ, നിപ്പ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് അത്തരം വിവരങ്ങൾ റിലീസ് ചെയ്തു. അത് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ചിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് അറിയിക്കുക തന്നെ വേണം അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്, ട്രാൻസ്മിറ്റബിൾ ഡിസീസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. കേട്ടോ, പകരുന്ന രോഗങ്ങള് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം. പിന്നെ പറയുന്നത് ഇവന്റ്സ് ആണ്. എങ്ങനെയുള്ള ഇവന്റ്സ് ആണ് നോക്കിയേ. ബർത്ത്, ഡെത്ത്, ഹോസ്പിറ്റൽ ഡെത്ത് have to be reported to the civil registration authority either directly or through members of the family. അതുപോലെ തന്നെ ജനനം, മരണം,
പിന്നെ നമ്മൾ പറഞ്ഞ ഭ്രൂണഹത്യ, കോർട്ടൽ ഇതൊക്കെ വരില്ലേ, ഭ്രൂണഹത്യ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ അധികാരികളെ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ കുടുംബാംഗങ്ങൾ വഴിയായിട്ടോ അറിയിച്ചിരിക്കണം. അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജനനം, മരണം, ഭ്രൂണഹത്യ അത്തരത്തിലുള്ള ഇവന്റുകള് അത് ഈ പറഞ്ഞ സിവിൽ രജിസ്ട്രേഷൻ അധികാരികളെ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വഴിയോ അറിയിക്കേണ്ടതാണ് കേട്ടോ, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നാലാമത്തത് കോർട്ട് ഓർഡർ അല്ലെ, കോർട്ട് ഓർഡർ. The hospital also must provide information in response to a court order കേട്ടോ. അതുപോലെ ഇപ്പൊ കോടതി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വിവരങ്ങൾ നൽകാനുള്ള ചുമതല ആർക്കുണ്ട്? ആശുപത്രിക്ക് ഉണ്ട് അല്ലെ. അതെ, കോടതി ഉത്തരവ് കൊടുത്താൽ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് വിവരങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റലിന് ഉണ്ട്. ഇങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള വിവരങ്ങള് കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അവരിപ്പോ ലീഗൽ കണ്ടീഷൻസ്, transmittable disease, events like the birth, death, mortal death, then court order, as per the court order, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി നിങ്ങൾക്ക്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. രജിസ്ട്രേഷൻ സിസ്റ്റം, നമ്പറിംഗ് സിസ്റ്റം, റെഫറൽ സിസ്റ്റം, ഓക്കെ. പിന്നെ മെഡിക്കൽ റെക്കോർഡ്, മൾട്ടിപ്പിൾ മെഡിക്കൽ റെക്കോർഡ്സ് വരുന്ന കേസും മിസ്സിംഗ് ആവുന്ന കേസും അല്ലെ, അബ്സ്കോണ്ടഡ് കേസും ലാമ കേസും ഒക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം ക്ലിയർ ആണോ? ഒരു സെക്ഷൻ അവിടെ കഴിയാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു വലിയൊരു ഭാഗം അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ മെഡിക്കൽ റെക്കോർഡിന്റെ ഉള്ളടക്കമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് വരുന്ന കണ്ടന്റുകൾ കേട്ടോ. കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ അത് കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകൾ പഠിക്കുന്നത് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത് കേട്ടോ. രണ്ട് കാറ്റഗറി ഓഫ് കണ്ടന്റുകളാണ് നമ്മളൊരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും കേട്ടോ. അപ്പൊ രണ്ട് കാറ്റഗറിയാണ്. ഇതൊക്കെയാണ് ആ രണ്ട് കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി എന്താണെന്നറിയോ? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭരണസംബന്ധമായിട്ടുള്ള വിവരങ്ങള് ഒരു കണ്ടന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ക്ലിനിക്കൽ ഡാറ്റയാണ്. ഇതാണ് ക്ലിനിക്കൽ ഡാറ്റ, ചികിത്സാപരമായിട്ടുള്ള വിവരങ്ങൾ. ഈ രണ്ട് ഡാറ്റകളാണ് പ്രധാനമായിട്ടും നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് വരുന്ന ഉള്ളടക്കം. അതാണ് ഓക്കെ. ഒരു മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് പ്രധാനമായിട്ട്. രണ്ട് കാറ്റഗറി ഓഫ് കണ്ടന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്. രണ്ട് ക്ലിനിക്കൽ ഡാറ്റകളാണ്, ചികിത്സാപരമായിട്ടുള്ള ഡാറ്റകൾ. ഇത് ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ആണ് വരുന്നത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീസും മറ്റ് ചാർജസുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. ഓക്കെ, ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീസും ചാർജുകളും ഒക്കെയാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്? അതായത് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ഉണ്ടല്ലോ, അത് ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, അതുണ്ടാവും മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടന്റുകളും സത്യമാണ്, ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് എന്ത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില നിബന്ധനകളും വ്യവസ്ഥകളും ഏതിനകത്തുണ്ടാവും? മെഡിക്കൽ റെക്കോർഡിനകത്തുണ്ടാവും. പിന്നെ വരുന്നത് കണ്ടന്റ് അല്ല കേട്ടോ, അവിടെ കണ്ടന്റ് എന്നല്ല കൺസെന്റ് എന്നാണ് കേട്ടോ വേണ്ടത്.
കണ്ടന്റ് അല്ല കൺസെന്റ് എന്നാണ്. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അതുപോലെ നമ്മൾ ഈ വിവരങ്ങള് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അനുമതി, സമ്മതം, സമ്മതപത്രം എന്നൊക്കെ നമുക്ക് പറയില്ല, അതാണ് കൺസെന്റ് ആണ്, കണ്ടന്റ് അല്ല കേട്ടോ. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് നമ്മൾ മെഡിക്കൽ റെക്കോർഡിലെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് കേട്ടോ കൺസെന്റ്. പിന്നെ വരുന്നത് എന്താണ്? സ്പെഷ്യൽ കൺസെന്റ്സ് ആണ്. സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക അനുമതികൾ. അതേപോലെ നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് ശസ്ത്രക്രിയ നടക്കുമ്പോഴോ അല്ലെ, അങ്ങനെ നമ്മൾ നോൺ റൂട്ടീൻ ആയിട്ട് മറ്റെന്തെങ്കിലും പ്രൊസീജിയറുകളൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ കൺസെന്റ് അല്ലെ, പ്രത്യേക അനുമതി എന്ന് പറയും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെയാണ്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീസുകളും അതിന്റെ ചാർജസും പറ്റും. അടുത്ത റൂം മീറ്റർ റെന്റ് അങ്ങനെയെല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശദാംശങ്ങള്. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ പുറത്തേക്ക് ഇൻഫർമേഷൻ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട സമ്മതം, അനുമതി. ദെൻ സ്പെഷ്യൽ കൺസെന്റ്, പ്രത്യേകമായിട്ട് വേണ്ട അനുമതികളും സമ്മതവും. ഓക്കെ, ഇത്രയുമാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോയിന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത് ക്ലിനിക്കലല്ല, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. കൂടുതലും എന്താണ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ചുമതലയിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് മാറിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് കേട്ടോ. അഡ്മിഷൻ അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ കേട്ടോ. നമ്മളൊരു അഡ്മിഷൻ പറഞ്ഞല്ലോ, നമ്മള് ആ ഒരു അഡ്മിഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, ഒരു രോഗിയുടെ ഏറ്റവും അവർ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും, സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്തത് എപ്പോഴാണ്? അഡ്മിഷന്റെ സമയത്താണ് ഈ പറയുന്ന ഐഡന്റിഫിക്കേഷനും ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ അഡ്മിഷൻ നടത്തുമ്പോൾ ചോദിക്കാറില്ലേ ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ ചോദിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ, ഇപ്പൊ നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ അതൊക്കെ അവര് അപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ. പൊതുവെ അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഡോക്ടറെ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ അഡ്മിഷന്റെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യും. ഇനി ഈ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ അല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക? കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്. ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും അഡ്മിഷൻ റെക്കോർഡിനകത്ത്. അതായത് നമ്മുടെ രോഗിയെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐഡന്റിഫിക്കേഷൻ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാവും. അതുപോലെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, അഡ്മിഷന് അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവും. സമ്മറി ഷീറ്റ് ഉണ്ടാവും. സമ്മറി ഷീറ്റിന് തന്നെയാണ് ഫേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു അഡ്മിഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവും? അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രോഗിയെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ ഉണ്ടാവും. പിന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ഓക്കെ, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ കേട്ടോ. ഓക്കെ, അതിനകത്ത് പറയുന്നത് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില നിബന്ധനകളും വ്യവസ്ഥകളും ആണ് അവിടെ പറയുന്നത്. അപ്പൊ നോക്കി, ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ കൺസെന്റ് കേട്ടോ. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അഡ്മിഷൻ ഷീറ്റ് ഉണ്ടല്ലോ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അഡ്മിഷൻ ഷീറ്റ്, ആ ഷീറ്റിന്റെ ജസ്റ്റ് പുറകിലായിട്ട് അതിന്റെ ബാക്കിലായിട്ടായിരിക്കും നമ്മൾ ആ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും അത് അതിന്റെ പുറകിലായിരിക്കും എഴുതുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, നമ്മളൊരു അഡ്മിഷൻ റെക്കോർഡ് ഉണ്ടല്ലോ, ഒരു അഡ്മിഷൻ ഷീറ്റും ഉണ്ട്. ആ ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് നമ്മൾ പഠിച്ചു. അതിന്റെ ജസ്റ്റ് പുറകിലായിട്ടായിരിക്കും ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എന്താ പറയാ നിബന്ധനകളും വ്യവസ്ഥകളും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ പറയുന്ന അഡ്മിഷൻ കൺസെന്റ് ഉണ്ടാവും.
അതായത് അഡ്മിറ്റ് ആകുവാനായിട്ട് രോഗി തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു കൺസെന്റും അതിനോടൊപ്പം നമ്മൾ എഴുതി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു കാര്യം ഓർക്കാട്ടോ, കണ്ടീഷൻ ഓഫ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും മാത്രമല്ല, ആ ഒരു അഡ്മിറ്റ് ആവുന്ന സമയത്ത് രോഗിയുടെ സാഹചര്യം, അവരുടെ കണ്ടീഷൻ, അതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തും കേട്ടോ. പിന്നെ അഡ്മിറ്റ് ആവാനായിട്ട് രോഗിക്ക് സമ്മതമാണ് എന്നുള്ള ആ ഒരു അഡ്മിഷൻ കൺസെന്റും അതിനോടൊപ്പം ഉണ്ടാവും. ഇതൊക്കെ എവിടെയാണ് അഡ്മിഷൻ ഷീറ്റിന്റെ പുറകു വശത്തായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. അതെന്താ കാണിക്കുന്നത്? അഡ്മിഷൻ കൺസെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ അല്ലെ. ആ ഒരു പരിചരണം, ആ ചികിത്സ എടുക്കാനായിട്ട് എന്താണ് ആരോഗ്യ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ തെളിവ്, പ്രൂഫാണ് അത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഈ അഡ്മിഷൻ കൺസെന്റിനകത്ത് ഒരു കാര്യം നമ്മൾ എഴുതി ചേർക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഈ ഹോസ്പിറ്റലിന് അതിന്റെ ഫലം എന്താകും അല്ലെങ്കിൽ അതിന്റെ പരിണത ഫലം എന്താണെന്ന് ഒരിക്കലും ഹോസ്പിറ്റലിന് പറയാനായിട്ട് സാധിക്കില്ല എന്നതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ രോഗിയെ അഡ്മിറ്റ് ചെയ്യാണ്, അഡ്മിറ്റ് ചെയ്യുന്നത് അവർക്ക് പരമാവധി ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിന് അതൊരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. എന്ത് റിസൾട്ടാണ്, എന്ത് പരിണിത ഫലമാണ് എന്നുള്ളത് ഒരിക്കലും ഹോസ്പിറ്റലിന് ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടെ അഡ്മിഷൻ കൺസെന്റിനകത്ത് എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ദ പേഷ്യന്റ് the contents of this form and its purpose. Underline ചെയ്യാം ട്ടോ. It is the duty of admission clerk. അപ്പൊ ഇതൊരു അഡ്മിഷൻ ഫോം ആണല്ലോ, അഡ്മിഷൻ ഷീറ്റ് ആണല്ലോ. അപ്പൊ അതിനകത്തുള്ള ആ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടും അതില് പർപ്പസ് എന്താണ് അതിനെ പറ്റിയിട്ടും വിശദമാക്കാനുള്ള ചുമതല, അതായത് പേഷ്യന്റിന് അത് ഒരു വിശദമാക്കി കൊടുക്കാനുള്ള ചുമതല എന്ന് പറയുന്നത് ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ്. ഓക്കെ, ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ് കേട്ടോ. കാര്യം ഇപ്പം ഒരു ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് അറിയണം അല്ലെ, ചില കാര്യങ്ങൾ അതിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്, അതിന്റെ പർപ്പസ് എന്താണ്, ആ ഫോമിന്റെ ഉള്ളടക്കം എന്താണ്. ഇപ്പൊ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, രോഗികളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ ഫോമിൽ എന്തൊക്കെയാണ് കണ്ടന്റ്, അതിന്റെ പർപ്പസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ആ രോഗിക്ക് എന്താണ് വിശദമാക്കി കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആരുടേതാണ്? അഡ്മിഷൻ ക്ലർക്കിന്റേതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അടുത്തത് എന്താണ്? കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ, വിവരങ്ങള് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം അല്ലെ, കൺസെന്റ് വേണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിലും ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിലും അവരുടെ കൺസെന്റ് വേണം. അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വിടുന്നതിനും അവരുടെ കൺസെന്റ് വേണം. ഓക്കെ, consent of release of information. It permits the hospital to send specifically named organization the copies of the patient's medical record. അല്ലെ, ഈ ഒരു കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ഒരു ഹോസ്പിറ്റലിനെ എന്തിനനുവദിക്കുന്നു എന്നാണ് പറയുന്നത്? ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്, ആ രോഗിയുടെ എന്താണ് ചികിത്സാ വിവരങ്ങൾ അല്ലെ, അത് ഈ പറയുന്ന സ്പെസിഫിക്കലി ആയിട്ടുള്ള എന്താണ് ഓർഗനൈസേഷൻസിനോടോ അല്ലെ, പ്രത്യേകമായിട്ടുള്ള ഓർഗനൈസേഷൻസിനോടോ ആളുകൾക്കോ അയക്കുന്നതിനായിട്ട് ആർക്ക് അനുവാദം കൊടുക്കുന്നു? ഹോസ്പിറ്റലിന് അനുവാദം കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ ദ കോപ്പീസ് ഓഫ് ദ പേഷ്യന്റ്സ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, ക്ലിയർ? അതെവിടെയായിരിക്കും അറിയോ? ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ. ഇതും ഈ പറഞ്ഞോണം അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകിലായിട്ടായിരിക്കും ആ ഒരു കൺസെന്റ് ഉണ്ടായിരിക്കും. അതാണല്ലോ നമ്മൾ അഡ്മിഷൻ കൺസെന്റ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. Okay, the patient signature on this form permits the hospital to release the medical information combined during the current episode of care. അപ്പൊ നമ്മള് ആ ഒരു റിലീസുമായിട്ട്, അതായത് രോഗിയുടെ വിവരങ്ങൾ പുറത്തോട്ട് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട സമ്മതമാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് രോഗി സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ, രോഗി അതിനകത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാം? ആ ഒരു രോഗിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആ ഒരു ഹോസ്പിറ്റലിന് പുറത്തോട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു അനുമതിയാണ് ആ ഒരു കൺസെന്റിലൂടെ അവർക്ക് ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കൺസെന്റ് വേണം അവരുടെ, എന്ത് അവർ അഡ്മിറ്റ് ചെയ്യാനാണെങ്കിൽ അഡ്മിഷൻ കൺസെന്റ് വേണം. അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്ത് റിലീസ് ചെയ്യണമെങ്കിൽ അതിനും എന്ത് വേണം? അവരുടെ ഒരു കൺസെന്റ് ആവശ്യമാണ്. ആ കൺസെന്റ് ഫോമിൽ അവർ ഒപ്പിടുന്നതോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിന് അതിനുള്ള അനുവാദം ലഭിക്കുന്നത്.
ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചു പോയത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും ക്ലാസ്? കുറച്ച് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിട്ട് ചെയ്യാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.